Good afternoon all. First portion is limits of roots. നമ്മൾ റൂട്ട്സ് കുറേ സാധനങ്ങളുടെ ലിമിറ്റ് കണ്ടുപിടിച്ചു. ഇനി റൂട്ട്സിൻ്റെ ഒരു ആൾജിബ്രായിക് ഇക്വേഷൻ്റെ റൂട്ട്സ് അത് എത്ര ലാർജ് ആണ് എത്ര സ്മോൾ ആണ് അതിൻ്റെ ലിമിറ്റ്സ് ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. സോ ഹൗ ലാർജ് ദ റൂട്ട്സ് ഓഫ് ആൻ algebraic equation, that's we have to find. Here two cases are considered. First possibility is if the roots are real. The possibilities are either roots are real or roots are complex. So the first possibility taken is if the roots are real. If roots are real, then again we have two possibilities, positive or negative. So if it is positive, we will have an upper limit for positive roots and a lower limit for negative roots. And if the roots are complex, a positive value greater than the absolute value of all roots are the upper limit. So നമ്മൾ എന്താണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് അങ്ങനത്തെ ഒരു നമ്പർ പഠിച്ചില്ലേ, അതുപോലത്തെ ഒരു if this number is r, then the circle with center O and radius r will contain all the roots of the equation. അപ്പോൾ അങ്ങനെ we can find out an r such that the circle with center O and radius r will contain all roots of the equation. Now how to find out the upper limit or lower limit of roots? ഇപ്പം നമ്മുടെ കേസിൽ ഇതിപ്പോൾ പോസിറ്റീവ് റിയൽ റൂട്ട്സിൻ്റെ മാത്രം കേസാണ് ഇവിടെ ചെയ്യുന്നത്. ഇഫ് ദ റൂട്ട് ഈസ് പോസിറ്റീവ്, ടു ഫൈൻഡ് ദ ലിമിറ്റ് വി ഹാവ് ടു ഡിവൈഡ് എഫ് ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് സി. ഈ സി എന്നുള്ളത് നമ്മൾ ആർബിട്രറി ആയിട്ട് കൊടുക്കുന്നതാണ്, ഒരു ഫിക്സഡ് വാല്യൂ അല്ല. യൂസിങ് സിന്തറ്റിക് ഡിവിഷൻ, ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് ദ റിമൈൻഡർ ഈസ് ഗ്രേറ്റർ ദാൻ 0, then c is the upper limit. If not, improve value of c. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാക്കി തരാം. ഇനി അടുത്തത്, ടു ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് എ നെഗറ്റീവ് റൂട്ട് പുട്ട് y ഈക്വൽ ടു മൈനസ് എക്സ് ഓർ ഫൈൻഡ് എഫ് ഓഫ് y ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ്. നൗ ദാറ്റ് ഡിവൈഡ് എഫ് ഓഫ് y ബൈ y മൈനസ് a യൂസിങ് സിന്തറ്റിക് ഡിവിഷൻ. If the coefficient of the remainder is greater than 0, then minus c is the upper limit. If not, improve value of c. അപ്പോൾ നമ്മൾ പോസിറ്റീവ് റൂട്ടാണെങ്കിൽ നമ്മളൊരു ആർബിട്രറി ആയിട്ട് നമുക്കിപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ കോഎഫിഷ്യൻ്റ് വെച്ച് എത്ര വരെ അതിൻ്റെ റൂട്ട് വരാം എന്നുള്ളത് നമുക്കത് വെച്ച് ഒരു അസ്യൂം ചെയ്തെടുക്കാൻ പറ്റും. ആ അസംഷൻ വെച്ചിട്ട് നമ്മളൊരു ഡിവൈഡ് ചെയ്യുക, സി ലെറ്റ് ഒരു ആർബിട്രറി ആയിട്ട് എടുത്തിട്ട് ഡിവൈഡ് ചെയ്യുക സിന്തറ്റിക് ഡിവിഷൻ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ റിമൈൻഡറിൽ വരുന്ന എല്ലാ നമ്പേഴ്സും പോസിറ്റീവ് ആണെങ്കിൽ then c is the upper limit. ഇനി നെഗറ്റീവ് റൂട്ട്സിൻ്റെ കാണാനാണെങ്കിൽ f of y which is equal to f of minus x കാണുക. അതിൻ്റെ then divide f of y by y minus c using synthetic division. Then the coefficient of the remainder is, if it is greater than 0, then minus c is the upper limit. നമുക്കപ്പോൾ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഫൈൻഡ് ദ അപ്പർ ലിമിറ്റ് ഓഫ് പോസിറ്റീവ് റൂട്ട് ഓഫ് ദ ഇക്വേഷൻ 2x raised to 5 minus 7x raised to 4 plus 5x cube plus 6x square plus 3x minus 10 equal to 0. So the question is f of x equal to 2x raised to 5 അല്ലേ, 2x raised to 5 minus 7x raised to 4 minus 5x cube plus 6x square minus 3x minus 10. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ലാസ്റ്റ് ടൈം വെച്ചിട്ടാണ് നമുക്ക് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് അറിയാവുന്നത്. പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈസ് ഒരു 10 ഓർ മൈനസ് 10. ഇത് കോഎഫിഷ്യൻ്റ് മാറ്റി വെച്ച് നോക്കുക. അപ്പോൾ 10 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അപ്പർ ലിമിറ്റ് ഓഫ് പോസിറ്റീവ് റൂട്ട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോസിബിലിറ്റി 10 വരെ പറ്റും,
പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു അടുത്തുള്ള ഒരു 4 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് c equal to 4. ഈ സിന്തറ്റിക് ഡിവിഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ 2 minus 7 minus 5 6 minus 3 minus 10. ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് 4. 2 ഇറക്കി എഴുതുക. ദിസ് ഈസ് minus 7. 2 into 4 is 8. Minus 7 plus 8 1. 4 into 1 4. Minus 5 plus 4 minus 1. അപ്പോൾ ഇവിടെ നമുക്കൊരു മൈനസ് വാല്യൂ എത്തി. ഈ ഇവിടെ എവിടെയെങ്കിലും ഒരെണ്ണം മൈനസ് ആയി കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് അത് നിർത്തുക. അപ്പം വി ഹാവ് ടു, ഇതല്ല അതിൻ്റെ ആൻസർ. നൗ സോ ഇംപ്രൂവ് ദ റിസൾട്ട്, ഇംപ്രൂവ് അവർ സി. എവിടെയെങ്കിലും -1 എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്തുക. സിൻസ് ദ തേർഡ് ടേം ഈസ് നെഗറ്റീവ്, is negative. Let's try with c equal to 5. വീണ്ടും ഡിവൈഡ് ചെയ്യുക. 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും ടൈംസ് എടുക്കുക. 2 minus 7 minus 5 6 3 minus 10. So divide with 5. നമ്മൾ 2 ഇറക്കി എഴുതി. 2 into 5 is 10. Minus 7 plus 10 3. 5 into 3 15. Minus 5 plus 15 10. 5 into 10 50. This is 50 plus 6 is 56. എന്താണല്ലോ ഇതിൻ്റെ പോസിറ്റീവ് വാല്യൂസ് ആണ് വരുള്ളൂ. 56 ഇൻറ്റു ചെയ്യണമെന്നില്ല, ഇവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് നിർത്താം. 56 into 5 280. So this is 283. 283 into 5 is 1415. So 1405. So that is coefficients of the terms in remainder are all positive, hence x equal to 5 can be taken an upper limit. ഒന്നുകൂടി നോക്കുക. നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ഈ കോഎഫിഷ്യൻറ്റുകളൊക്കെ നോക്കിയിട്ട് -10 ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്, പ്രോഡക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 5 10 പോസിബിലിറ്റി 2 5 10 ഒക്കെ വരാം. നമ്മൾ ഒരു ആർബിട്രറി ആയിട്ട് 4ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇത്ര 5 റൂട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല 5 അതിലുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പ് പറയാൻ പറ്റില്ല. നമുക്കെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് c equal to 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുക. 4x - 4 വെച്ചിട്ട്. അപ്പോൾ കോഎഫിഷ്യന്റ് എഴുതുക. 2 - 7 - 5 6 - 3 10. 4 വെച്ച് എഴുതുമ്പോൾ 2 ഇറക്കി എഴുതുക. 2 into 4 8. -7 plus 8 is 1. 4 into 1 4. -5 plus 4 -1. അപ്പോൾ നമുക്ക് തേർഡ് ടൈം നെഗറ്റീവായി. സോ അവിടെ വെച്ചിട്ട് നമുക്ക് ഈ അതല്ല x equal to 4 അല്ല അതിൻ്റെ അപ്പർ ലിമിറ്റ്. സോ ഇംപ്രൂവ് അവർ c. സോ ടേക്ക് c equal to 5. സോ 5 എടുത്തു കഴിയുമ്പോൾ 2 3 അങ്ങനെ അങ്ങോട്ട് പോകും. 10 എല്ലാം പോസിറ്റീവ് വാല്യൂ ആയിട്ട് കിട്ടും. So therefore x equal to 5 can be taken an upper limit.
Next problem, find the upper limit of positive roots of the equation x raised to 5 minus 7x raised to 4 minus 100x cube minus 1000x square plus 10x minus 50 equal to 0. ഇക്വേഷനിലുള്ളത് x raised to 5 minus 7x raised to 4 minus 100x cube minus 1000x square plus 10x minus 50 equal to 0. This is our f of x. ഇവിടെ പ്രോഡക്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 10 സ്റ്റാർട്ട് ചെയ്യാം. Let's start with c equal to 10. 1 minus 7 minus 100 minus 1000 10 minus 50 c equal to 10. One ഇറക്കി എഴുതി 1 into 10 10 minus 7 plus 10 3 2 into 10 3 into 10 30. So ഇവിടെ എത്തിയപ്പോൾ തേർഡ് ടൈം ആയപ്പോഴത്തേക്കും നെഗറ്റീവ് ആയി. സോ നമുക്ക് സൊല്യൂഷൻ ഇംപ്രൂവ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ കോഎഫിഷ്യന്റ് ഭയങ്കര ഹയർ ആണ്, -70 എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് വലിയൊരു വാല്യൂ, കുറച്ചുകൂടി വലിയ വാല്യൂ വെച്ചിട്ട് ട്രൈ ചെയ്യാം. The third term is negative. So improve C. നമുക്കത് ഒരു 20 വെച്ച് ട്രൈ ചെയ്യാം. One minus 7 minus 100 minus 1000 10 minus 50 നമ്മൾ ട്രൈ ചെയ്യണം 20 വെച്ചിട്ട്. is equal to നമ്മൾ ആദ്യം 1 ഇറക്കി എഴുതി. 1 into 20 20. So this is 13. 13 into 20 is 260. 140. 140 into 2 2800. So this is 1008. ഒരു മിനിറ്റ് എന്തോ ഇവിടെയാണ് തെറ്റിയതല്ലേ. എവിടെയാണ്? ദിസ് ഈസ് 160. 160 ആണ് ഇവിടെ. 160 into 2 3200. 3200 minus 1000 is 2200. 2200 into 2 is 4400. ഇത് ആഡ് ചെയ്യുമ്പോൾ this is 100. 4410. 4410 into this is 8820. അങ്ങനെയാണെങ്കിലും 8770. So all coefficients are പോസിറ്റീവ്. നമുക്കതുകൊണ്ട് എക്സ് ഈക്വൽ ടു 20 ഒരു അപ്പർ ബൗണ്ടാന്ന് കിട്ടും. പക്ഷെ 10നും 20ക്കും ഇടയ്ക്ക് എവിടെയാണ് അപ്പർ ബൗണ്ട്? കൃത്യം ഇത് ഒരു അപ്പർ ബൗണ്ടാണ്. എന്താണ് പറയുന്നത്? നിങ്ങൾ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്നൊരു ടേം പഠിച്ചിരുന്നോ? അപ്പർ ബൗണ്ടിലെ ഏറ്റവും ചെറുത്. സോ ഓൾ ടേംസ് ആർ പോസിറ്റീവ്. ഹെൻസ് 20 is an upper bound. നമ്മൾ പ്രിസൈസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഏതാണെന്നുള്ളത്. നമുക്കിപ്പോൾ 10നും 20ക്കും ഇടയ്ക്കാൻ കിട്ടി. നമുക്ക് ലെറ്റ്സ് ട്രൈ വിത്ത് 50. സോ 1 minus 7
to reduce this limit. To reduce limit, let's try with (15). C equal to 15. So 1 minus 7 minus 100 minus 1000 10 minus 50 1 ഇറക്കി എഴുതി 15 എഴുതി കഴിഞ്ഞപ്പോൾ this is 8. 15 into 8 is 120. 120 plus minus 100 is 20. 20 into 15 is 300. ഇവിടെ എത്തുമ്പോൾ minus 700. So 15ലും കൂടുതലാണ്, 20ലും താഴെയാണ്. So let's try with. So therefore 15 is not an upper limit. Now let C equal to 17. നമ്മൾ അതിൻ്റെ ഇടയിലുള്ള വേറൊരു വാല്യൂ എടുത്തു. 1 minus 7 minus 100 minus 1000 10 minus 50 17 വെച്ചിട്ട് ട്രൈ ചെയ്യുവാണ്. So this is 1, this is 17 minus 17 plus minus 7 is 17 plus minus 7 is 10. This is 170. So this is 70. 17 into this is 1190. 17 into 7 is 119. So this is 190. 190 into this. ഇനി എന്താണെങ്കിലും കൂടുതൽ വാല്യൂസ് കിട്ടുള്ളൂ. 3230 etc. ഇതും എന്താണെങ്കിലും ഒരു വലിയ വാല്യൂ കിട്ടുള്ളൂ, പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട്. So all terms are positive. Therefore 17 is an upper limit. ഇനി എൻ്റെ ഇടയ്ക്ക് 15ൻ്റെ 17ൻ്റെ ഇടയ്ക്ക് ഒരു നമ്പറും കൂടെ ഉണ്ട്, 16. 16 കൂടെ നിങ്ങൾ ട്രൈ ചെയ്യുക. ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചു തരാം. Try 1 minus 7 minus 100 minus 1000 10 minus 50. നമ്മൾ 16 ട്രൈ ചെയ്യുമ്പോൾ 1 ഇറക്കി എഴുതി. 16 plus minus 7 is 9. 16 into 9 is 144. Remember 44. 16 into 44 is 704. So this is minus 296. That is C equal to 16 is not an upper bound. Therefore C ലിസ്റ്റ് നമ്മൾ സോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ വെച്ച് ചെയ്താൽ കൂടെ? ആ ടെക്സ്റ്റിലും ഈ 15ഉം 20ഉം വെച്ചിട്ട് നിർത്തിയേക്കുവാണ്. എന്നിട്ട് അവർ പറഞ്ഞു വെച്ചേക്കുവാണ് 17 ആണ് അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞു വെച്ചിരിക്കുവാണ്. ലീസ്റ്റ് അതിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് എന്താണ് ലീസ്റ്റ് തന്നെ കണ്ടുപിടിക്കണോ എന്നുള്ള കാര്യമില്ലേ, ടെക്സ്റ്റിലത്തെ എല്ലാ പ്രോബ്ലത്തിലും അത് എഴുതിയിട്ടുണ്ട്. ലീസ്റ്റ് ആയിട്ടുള്ള അപ്പർ ബൗണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്ത രണ്ട് പ്രോബ്ലം പോസിറ്റീവ് റൂട്ട്സിന്റെ അപ്പർ ലിമിറ്റ് കാണുന്നതായിരുന്നു. ഇനി തേർഡ് പ്രോബ്ലം ഈസ് നെഗറ്റീവ് റൂട്ട്സിന്റെ ലോവർ ലിമിറ്റ്. അപ്പൊ സെയിം മെത്തേഡാണ് ചെയ്യണത്. ഏറ്റവും ആദ്യം തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിന്റെ ഇതിന് പകരം എഫ് ഓഫ് മൈനസ് എക്സ് വൈക്ക് മൈനസ് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ കിട്ടുന്ന വാല്യൂ, അതായത് ഇതിനകത്ത് എക്സ് റേസ് ടു
ഓഡ് പവേഴ്സ് വരുന്നിടത്തൊക്കെ സൈൻ ചേഞ്ച് വരും. അപ്പോൾ 2x⁻6 മാറില്ല, അത് 2y⁻6 ആവും. -20y⁵ -30x³ -50x + 1 അങ്ങനെയാവും. അല്ല, ഇതിന് എക്സിന് പകരം y ആവും. അങ്ങനെ വന്നിട്ട് ഇതേ മെത്തേഡ് ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. സോ ഫൈൻഡ് ദ ലോവർ ലിമിറ്റ് ഓഫ് നെഗറ്റീവ് റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ 2x⁻6 + 20x⁵ + 30x³ + 50x + 1 = 0. f of x = 2x⁻6 plus 20x⁵ minus 30x³ plus 30x³ plus 50x plus 1 = 0. Put y = -x. Then f of y = 2y⁻6 minus 20y⁵ minus 30y⁵ minus 50y plus 1 = 0. Now let's try with let c = 10. So 2 minus 20 minus 30 minus 50 and y⁴ term illa. So here 1 0 is there. Now minus 30 ഇവിടെ ഒരു 0 term ഉണ്ട്. minus 50 1. ആദ്യം സി 10 ആണ്. 2 ഇറക്കി എഴുതി 200 ആയിട്ട് വായിക്കുമോ? ഒന്നുകൂടെ മാറ്റി എഴുതാം. ടു minus 20 0 minus 30 0 minus 50 1. So ആദ്യം 2 ഇറക്കി എഴുതി. 2 into 10 is 20 minus 20 plus 20 is 0. 10 into 0 is 0. 0 plus 0 0. 10 into 0 0 minus 30 plus 0 it's minus 30. So improve C. അപ്പോൾ C ഒരു upper bound അല്ല. So let's try with C = 11. So ലോവർ ബൗണ്ട് അല്ലേ കാണണ്ടേ? ലോവർ ബൗണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പർ മൈനസ് എടുത്തില്ലേ നമ്മൾ എഫ് ഓഫ് എക്സിന്റെ മൈനസ് എടുത്തിട്ട് സെയിം അപ്പർ ബൗണ്ട് കാണുന്ന സെയിം പ്രോസസ്സാണ് ചെയ്യുന്നത്. എന്നിട്ട് കിട്ടുന്ന വാല്യൂവിന്റെ നെഗറ്റീവ് വാല്യൂ ഇടും. ഇപ്പോൾ C = 11 കിട്ടുവാണ്, അപ്പർ ബൗണ്ട് ആയിട്ട് കിട്ടുവാണെങ്കിൽ -11 ഈസ് ദ ലോവർ ബൗണ്ട്, ലോവർ ലിമിറ്റ്. 2 minus 20 0 minus 30 0 minus 50 1. നമ്മൾ 11 എടുത്തു. So 2 11 into 2 is 22. The 2 11 into 2 again 22. Add 22. 22 into 11 is 242. ആണോ? ഒരു കാൽക്കുലേറ്ററോടെ എടുത്ത് വയ്ക്കട്ടെ. (22 into 11 is 242. So 242 minus 30 is 212. 212
ഇനി എന്താണെങ്കിലും പോസിറ്റീവ് വാല്യൂ ഹയർ വാല്യൂസ് ആയിട്ടേ പോവുള്ളൂ. 212 into 11 is 2332. 2332 into 11 is ആഡ് ചെയ്യുമ്പോൾ 2332. ഞാൻ ബാക്കിയുള്ള വാല്യൂ എഴുതണമെന്നില്ല, അത് പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ് പോവുള്ളൂ, കാരണം ബിഗ് ഇതല്ലല്ലോ കോഎഫിഷ്യൻ്റ് മോൾ. സോ C equal to, here all coefficients are positive, therefore x equal to, ഇപ്പോൾ കിട്ടിയിരിക്കുന്നതിൻ്റെ നെഗറ്റീവ് -11 is the lower limit. Of negative roots of the equation.